ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ സുഷമ എത്തിയത് പുലിഗർജനവുമായി തന്നെ. നയതന്ത്ര രംഗത്തെ നിർണായക നീക്കമാകുന്നു സുഷമ സ്വരാജിന്റെ ഗൾഫ് സന്ദർശനം. ഭീകരതയെ അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ ശക്തമായ നടപടികൾ എടുത്തേ തീരൂ. അബുദാബിയിലെ ഗൾഫ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പാകിസ്ഥാനെതിരെ കടുത്ത നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയത്. ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണമെന്ന് ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ സുഷമ സ്വരാജ് ശക്തമായി ആഹ്വാനം ചെയ്തു. ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനത്തിന് മുന്നോടിയായി ഗൾഫ് വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും വിദേശകാര്യമന്ത്രി പാകിസ്ഥാന്റെ ഭീകരബന്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായ കണക്കുകൾ നിരത്തി ബോധ്യപ്പെടുത്തി കൊടുത്തു. പാകിസ്ഥാൻ ഭീകരത അവസാനിപ്പിച്ചേ തീരൂ. എങ്കിൽ മാത്രമേ ഈ മേഖലയിൽ സമാധാനം കൊണ്ടുവരാനാകൂ. ഭീകരതയ്ക്കും ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കുമെതിരെ ഒരുമിച്ച് നീങ്ങണമെന്ന് IOC സമ്മേളനത്തിൽ സുഷമ സ്വരാജ് ആഹ്വാനം ചെയ്തു. ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ല ഞങ്ങളുടെ പോരാട്ടം, ഇത് ഭീകരതയ്ക്കെതിരാണ്. ഭീകരതയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം. പാകിസ്ഥാന്റെ പേര് പരാമർശിക്കാതെ സുഷമ ശക്തമായി ആഞ്ഞടിച്ചു. കാശ്മീരിലെ ജനങ്ങളുടെ സ്ഥിതിയിൽ തങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് OIC ജനറൽ സെക്രട്ടറി ജനറൽ യൂസഫ് ബിൻ അഹമ്മദ് അൽ ഖദൈമീൻ വ്യക്തമാക്കി. ഇന്ത്യയെ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ OIC സമ്മേളനം ബഹിഷ്കരിച്ചിരുന്നു. സൗദി, UAE തുടങ്ങിയ 56 രാജ്യങ്ങൾ അംഗമായ സമ്മേളനത്തിൽ റഷ്യ, UN പ്രതിനിധികൾ നിരീക്ഷകരുമായി എത്തിയിരുന്നു. OIC സമ്മേളനത്തിലേക്ക് വിശിഷ്ടാതിഥിയായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനെ ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പാകിസ്ഥാൻ ഈ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നത്. പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടിയെടുത്ത ഇന്ത്യക്ക് നിർണായക പിന്തുണയാണ് OIC രാഷ്ട്രങ്ങൾ നൽകിയത്. പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ ആക്രമിച്ച ഇന്ത്യയെ പ്രതിരോധിക്കുവാൻ പാകിസ്ഥാൻ ശ്രമിച്ചുവെങ്കിലും പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകി സൗദിയും UAEയും രംഗത്തെത്തിയിരുന്നു. സുഷമ സ്വരാജിന്റെ ശക്തമായ ഇടപെടലുകൾ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു. അബുദാബിയിൽ വെച്ച് നടന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് പുറപ്പെട്ട സുഷമ സ്വരാജ് ആദ്യം ചൈനയിലെത്തി കാര്യങ്ങൾ വ്യക്തമായി ചൈനയെ ധരിപ്പിച്ചിരുന്നു. തുടർന്നാണ് UAEയിലേക്കുള്ള യാത്ര. ശക്തമായ നീക്കത്തിലൂടെ നിർണായകമായ നിലപാടിലെത്തിക്കുവാൻ ലോകരാഷ്ട്രങ്ങളെ, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളെ നിർണായകമായ ഒരു നിലപാടിലെത്തിക്കുവാൻ സുഷമയ്ക്ക് കഴിഞ്ഞു എന്നത് വളരെ വിജയകരം തന്നെ. നിർണായകമായ ഈ നിമിഷത്തിൽ സുഷമ സ്വരാജിന്റെ ശക്തമായ ഈ നീക്കം ഇന്ത്യക്ക് ശക്തി പകരുന്നത് തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.